ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ലൊരു മാങ്ങാച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, നല്ല മാങ്ങ കിട്ടുന്നുണ്ട്. ചെറുതാണ് കേട്ടോ, എന്നാലും നല്ല മാങ്ങയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്നൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. വേഗത്തിലായി വരുന്നുണ്ട് നമ്മുടെ മാങ്ങയൊക്കെ, പെട്ടെന്ന് സെപ്പറേറ്റ് ആയിട്ട് വേഗത്തിലായി വരുന്നുണ്ട്. അതിൻ്റെ അണ്ടിയൊക്കെ കളഞ്ഞ് സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ്. പാത്രം നിറഞ്ഞു കേട്ടോ. പാത്രം നിറഞ്ഞപ്പോൾ അത് ചെറിയ പീസുകളാക്കി വേറെ പാത്രത്തിലേക്ക് അരിഞ്ഞിടുകയാണ്. ചെറിയ പീസുകളാക്കി അരിഞ്ഞിട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ചാറിടാൻ സഹായിക്കാവുന്നതല്ല, കളിക്കാൻ മാങ്ങ എടുക്കാൻ വന്നതാണ്. ആ മാങ്ങ എടുത്ത് കളിച്ചോണ്ടിരിക്കാൻ ഇടയിൽ കൂടെ കണ്ടോ. ഓ, ഇവിടെ അച്ചാറിടാനുള്ളതാണ്. ഇതാ മാങ്ങ അരിഞ്ഞരിഞ്ഞ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ആയിക്കൊണ്ടിരിക്കുന്നു. അരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല, ഇനി മാങ്ങ ബാക്കി ഇരിപ്പുണ്ട്. മാങ്ങയൊക്കെ അരിഞ്ഞു കഴിഞ്ഞ് ഇനി അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇടുകയാണ്. കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അച്ചാറുണ്ടാക്കാനുള്ള ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ലെണ്ണയാണ് ചേർത്ത് വെച്ചേക്കുന്നത്. കുറച്ച് നല്ലെണ്ണ ചേർത്തിട്ടുണ്ട്. കുറച്ച് കടുക് ചേർത്തിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിനകത്ത് കുറച്ച് നമ്മൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കടുക് പൊടിച്ചതാണ്. കടുക് പൊടിച്ചാണ് ചേർത്തിരിക്കുന്നത്. കടുക് പൊടിച്ച് ചേർത്തിരിക്കുന്നത്. ഉലുവയും കടുവയും കൂടി കുറച്ച് ചേർത്തിട്ടുണ്ട്. ഉലുവ ചേർത്തിട്ടുണ്ട്. കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഉലുവ പൊടിച്ചത്, കടുക്, പിന്നെ കായപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് കുറച്ച് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ കുറച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിലേക്ക് നമ്മൾ മാങ്ങ ചേർത്തിട്ടുണ്ട്. മാങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കുക. മുടി വലിച്ചു വലിച്ചിട്ട് എനിക്ക് വാക്കട്ടാണ് കണ്ടോളൂ. എനിക്ക് എന്തൊരു വേദന എന്നറിയാമോ. പോലെ മാങ്ങ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഇപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ. ഇത്ര അച്ചാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നാരങ്ങച്ചാർ. നമ്മളുണ്ടാക്കിയ നാരങ്ങച്ചാറാണ്. ഇപ്പം അച്ചാർ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നല്ല മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ മാങ്ങാച്ചാറാണ്. നമ്മുടെ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ്. ഇനി ഈ ബോട്ടിലേക്ക് ചൂടാറിയ ശേഷം ബോട്ടിലെടുത്ത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ടോ. ഞങ്ങളുടെ പാകത്തിനുള്ളൊരു എരിവിനാണ് ഞങ്ങളിത് ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കേ.